ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലോപ്പായി പോയ ഒരു മടക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിത് മൈദ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെയറായിട്ടൊന്നും കിട്ടിയില്ല. ഇനി അധികം വൈകാതെ മടക്ക് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ മൈദ വെച്ചിട്ട് ഫ്ലോപ്പായി പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഞാനിതിലേക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പുള്ള യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ കളർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്താൽ മതി. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ മൈദയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ്. നെയ്യ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് നെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കുറേ നാളായി ഞാനും അമ്മയും ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് നേരെയാവുകയും ചെയ്തില്ല. ഇനി ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഈ ഹോട്ടലിലൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അതൊക്കെ മൈദ വെച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ചിലവർ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യും, മൈദ വെച്ചിട്ടും ചെയ്യും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ശരിയായില്ല. അപ്പോൾ ഞാനിവിടെ മാവൊക്കെ കുഴച്ചിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 11 ബോളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിൻ്റെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കാനൊരു മിക്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അത് സൺഫ്ലവർ ഓയിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഓരോ ബോളും പരത്തിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു ബോള് പരത്തിയെടുക്കുകയാണ്. അങ്ങനെ എല്ലാ ബോളും പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഷീറ്റ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ നമ്മൾ നേരത്തെ അരിപ്പൊടി മിക്സാക്കി വെച്ചല്ലോ അത് തേച്ച് കൊടുത്തിട്ട് പിന്നെ വേറൊരു ഷീറ്റും കൂടെ വെച്ചിട്ട് അങ്ങനെ ലെയറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 2 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മൈദമാവ് ഉപയോഗിക്കുമ്പോൾ നല്ല കുഴഞ്ഞിട്ടാണല്ലോ ഉണ്ടാവുക. ചിലപ്പോൾ അതായിരിക്കും മടക്ക് ഫ്ലോപ്പായി പോയത്. പിന്നെ ഞാനിങ്ങനെ പരത്തി വെച്ചിട്ട് എല്ലാതും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം വിരുന്നുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷീറ്റൊക്കെ വെച്ച് അതിൻ്റെ മേലെ വേറൊന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഞാനൊക്കെ റെഡിയാക്കി വെച്ചതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. ചിലപ്പോൾ അതാവും മടക്ക് ശരിയാവാഞ്ഞത്. എന്തായാലും അറിയില്ല, ഇത് ഫ്ലോപ്പായി പോയി. അപ്പം ഞാൻ ഓരോ ഷീറ്റും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ എണ്ണയും ആ ഒരു അരിപ്പൊടീൻ്റെ മിക്സും ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോളാക്കി എടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ 11 ഷീറ്റും വെച്ചിട്ടില്ല, 6 എണ്ണേ വെച്ചിട്ടുള്ളൂ. ബാക്കി ഇനി 10 എണ്ണം അടുത്തൊരു ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാതും ഒരേ അളവിലൊന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കേട് വന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ച് ചെയ്താൽ മതി. അത് കുറച്ച് ഹാർഡാണല്ലോ, അപ്പോൾ ചിലപ്പോൾ അത് ശരിയാവായിരിക്കും. ഇനി ഗോതമ്പ് പൊടി വെച്ചിട്ടും ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കല്ലിൽ കുറച്ച് പൊടി വിതറിയിട്ട് ഓരോന്നും ഇങ്ങനെ ഒന്ന് പൊടി എല്ലായിടത്തേക്കും ഒന്ന് ആക്കി എടുത്തതിന് ശേഷം ചപ്പാത്തിക്കോലൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് നീളത്തിൽ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും നീളത്തിലാണ് ഞാനൊന്ന് പരത്തിയെടുത്തത്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
അതൊന്നും ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അതേമാതിരിയാണ്, പക്ഷേ ലെയർ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മൾ ഇടുമ്പോഴത്തേക്ക് തന്നെ ഇത് പൊങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഇതിപ്പോൾ എന്താ പറ്റി ചോദിച്ചാൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പരത്തി വെച്ചിട്ടൊന്ന് കുറച്ച് നേരം വെച്ചു, അതാണ് ഉണ്ടായത് സംഭവം. പിന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ എടുക്കണം കേട്ടോ. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും കളറൊക്കെ മാറിപ്പോകും. അപ്പോൾ ആ ഒരു യെല്ലോ കളർ നമുക്ക് കിട്ടില്ല, നല്ലോണം മുരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു രീതിയിലായപ്പോഴേക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാതും പൊരിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര ലായനിയിലൊന്നും ഇട്ട് വയ്ക്കാൻ നിന്നില്ല, കാരണം ഈ ഒരു മടക്ക് വരണ സംഭവം കേട് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ലായനിയിൽ ഇട്ട് വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇത് പൊരിച്ചെടുത്തു. എല്ലാതും പൊരിച്ചെടുത്തിട്ട് ഞങ്ങൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു മടക്കിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിച്ചത്. പഞ്ചസാര ലൈനിലൊന്നും ഇട്ട് വെച്ചില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ലെയർ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മടക്ക് പറയുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ, ഒന്നും കൂടെ നല്ലോണം ലെയർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ കേട്ടോ ചെയ്തത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ, അപാര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.